ഹലോ ഫ്രണ്ട്സ്, ഹോം ടെക് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MR പ്യൂർ പോളിഷാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടച്ച് വുഡ് ബ്രഷ് ഉപയോഗിച്ചാണ് ഫൈനൽ കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് കോട്ട് PU സീലർ അപ്ലൈ ചെയ്തതിന് ശേഷം MR PU സീലർ അപ്ലൈ ചെയ്തതിന് ശേഷം ഫൈനൽ കോട്ടിലേക്ക് മാറിയതാണ്. ഇതിപ്പോൾ നമ്മൾ രണ്ട് കോട്ട് PU സീലർ, അത് MRFൻ്റെ PU സീലർ അപ്ലൈ ചെയ്ത് എടുക്കുന്ന ഭാഗമാണ്. അതിന് മുമ്പായിട്ട് ഈ PU സീലർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാൻഡ് സീലർ ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പുട്ടി വെച്ച് സെറ്റ് ചെയ്ത് ശേഷമാണ് PU സീലർ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പല ആൾക്കാരും പറയാണ്ട് സാൻഡ് സീലർ ഉപയോഗിക്കരുത്, കമ്പനി നേരെ അങ്ങനെ പറയുന്നില്ല, ഇങ്ങനെ പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പണി എളുപ്പം സാൻഡ് സീലർ അപ്ലൈ ചെയ്തതിന് ശേഷം പുട്ടി വെച്ച് അതിനുശേഷം PU സീലർ, അതായത് MRFന് PU സീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റും. ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ നമ്മൾ പുട്ടി വെച്ചതിൻ്റെ കളറൊന്ന് കറക്റ്റ് ചെയ്ത് പോകണം. അത് വാൽനട്ടോ അല്ലെങ്കിൽ ചാർക്കോളോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ആ ഫൈനൽ ടച്ചിങ് ചെയ്തതിന് ശേഷമാണ് ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ടോപ്പ് കോട്ട് MRFൻ്റെ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഗ്ലോസി ടൈപ്പ് ടോപ്പ് കോട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ ഹാൻഡ് റീൽ ഉൾപ്പെടെ നമ്മൾ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അതായത് ഒരു കോട്ട് സാൻഡ് സീലർ, അതിനുശേഷം പുട്ടി വയ്ക്കുന്നു, അതിനുശേഷം നമ്മൾ രണ്ട് കോട്ട് MRF സീലർ അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷമാണ് ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് പേര് എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒരു കാരണവശാലും കമ്പനി അങ്ങനെ പറയുന്നില്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് പണി എളുപ്പം തീർക്കണമെങ്കിൽ സാൻഡ് സീലർ അപ്ലൈ ചെയ്തേ പറ്റൂ. ഇപ്പോൾ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ അതിൻ്റെ ക്ലിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു സൈഡിൽ നിന്ന് അടിച്ച് പോരുകയാണ്. അപ്പോൾ ആ അടിക്കാത്ത സ്ഥലവും അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലവുമുള്ള വ്യത്യാസം നോക്കി എത്ര കണ്ട് മാറ്റമുണ്ട്. നമ്മൾ MRF ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് MRFനല്ലാണ്ട് വേറൊരു കമ്പനിക്ക് അവകാശപ്പെടാനില്ല. MRFനെ കുറിച്ച് പരസ്യം പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് പലപ്പോഴായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ കിട്ടുന്ന ആ ഒരു ഇതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ MRFനെ വെല്ലാനായിട്ട് ഇന്ന് വരെ ഒരു കമ്പനിക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്വാളിറ്റി ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. ഞാനാണെങ്കിൽ 8-10 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഇന്നും നല്ല രീതിയിൽ കിടക്കുന്ന വർക്കുകൾ ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്രസാരത്ത് ഞാൻ അടിച്ചു വരും. ഇപ്പോൾ ബ്രഷ് കൊണ്ട് നമ്മൾ അടിച്ചു പോരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ചോക്കി മനോഹരം എന്ന ഒറ്റ വാക്ക് നമുക്ക് നിർത്താൻ പറ്റുന്നതല്ല. അത്ര ക്വാളിറ്റിയിലും പെർഫെക്ഷനിലും വളരെ ഉന്നതിലാണ് MRFൻ്റെ പോളിഷ് വർക്ക്. എന്നോടൊപ്പം കൂടുതൽ വർക്ക് ചെയ്യുന്നത് സന്തോഷം എൻ്റെ ഒരു സുഹൃത്താണ്. അനിൽ എന്ന കോൺട്രാക്ടറുടെ വർക്കാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തുമായിട്ടുള്ള ഒരു 12 വർഷത്തെ ഒരു ബന്ധമാണ് എനിക്കുള്ളത്. കൂടുതലും ടെക്സ്റ്റ് വർക്കാണ് ഞാൻ ചെയ്യുന്നെങ്കിലും അദ്ദേഹം ഒരു വർക്കിന് നമ്മൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓടിച്ചില്ല ആ വർക്ക് പൂർത്തീകരിക്കുകയും ഒരുപാട് സന്തോഷം നൽകുന്ന വർക്ക് കൂടിയാണിത്. ഇതുപോലുള്ള വർക്കുകൾക്ക് നിങ്ങൾക്ക് അനിലുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഇവിടെ ഞങ്ങളുടെ ഈ വർക്ക് പൂർത്തിയാവുകയാണ്. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നമസ്കാരം.